അൻവേട്ടാ മോളെ നമുക്ക് അംഗൻവാടി ചേർക്കണ്ടേ? എന്തിനു നോക്ക് പഠിക്കണ്ട? അപ്പോ ഇവിടെ പഠിച്ച ഒരെണ്ണത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? അതിപ്പോ വീട്ടിനകത്തിരിക്കല്ലേ കെട്ടിപ്പൂട്ടി. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കുട്ടീനെ പഠിപ്പിക്കാണ്ടൊക്കെയാ, പഠിപ്പിക്കുകയൊക്കെ വേണോ? എന്റെ സൂറ നടത്തണം, അംഗൻവാടിയിൽ കൊണ്ട് ചേർത്തണോ? ഓള് ഉസാറായിട്ട് നോക്കിക്കോളും മോളെ. അതിനേ എന്താ മാണ്ടി വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡ് എനിക്ക് തരണോ മോളെ? അയ്യോ, അതിന് ആധാർ കാർഡ് എടുത്തിട്ടില്ല. ആധാർ കാർഡ് എടുത്തില്ല ഇതുവരെ മോൾക്ക്? ആധാർ കാർഡ് എടുക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണ്ടേ? ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? 4 വയസ്സായാലും കുട്ടിക്ക്. മൊയ്തു, അതൊക്കെ മേടിക്കണമെങ്കിൽ കൊച്ചിന് പേരിടണ്ടേ? അപ്പൊ ഇത്രയും കാലമായിട്ട് കുട്ടിക്ക് ഒരു പേരിടാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ? പേരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് മൊയ്തു. പക്ഷെ പേരിടാൻ ആ താൻ തോന്നി തന്ത സമ്മതിക്കണ്ടേ? ശരി, എന്നാ പിന്നെ തന്ത ഇഷ്ടമുള്ള പേരിടട്ടെ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്റെ കൊച്ചിന് പേരുണ്ട്, അവന്റെ തന്തയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾ പേരിടുന്നേക്ക് പോന് ദോഷം. ഓളിട്ടിട്ട് ഒരു പേര് ഇക്ക, ഞാൻ പേരിടുന്നതാണ് പ്രശ്നം. ഓ, ഇജിടുന്ന പ്രശ്നം. എന്തായാലും ഞങ്ങളിപ്പോ കൊച്ചിനെ കിങ്ങിണിന്ന് വിളിക്കുന്നുണ്ട്, അത് മതി. അത് മതി. ഇതിപ്പോ ഓനിടുന്ന പേര് നിങ്ങൾക്കും പറ്റൂല, നിങ്ങളിടുന്ന പേര് ഓനും പറ്റൂല. ഇപ്പൊ കുട്ടിക്ക് ഒരു പേര് വേണ്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് കിങ്ങിണി വിളിക്കണ പോലെ. അപ്പൊ പുറത്തിറങ്ങിയ കുട്ടീനെ ആൾക്കാരെന്താ വിളിക്കുക? പണ്ടത്തെ കാലല്ലോ. ഈ ജനന സർട്ടിഫിക്കറ്റിൽ പേരില്ലെങ്കിൽ ആകെ കുലുമാലാവും. ഞാൻ പറഞ്ഞുതരാ. പിന്നെ ആധാർ കാർഡിലേക്ക് കുട്ടിക്ക് ഒരു ആനുകൂല്യം കിട്ടൂല. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഉടക്കൊന്നും കുട്ടീനെ ബാധിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് നോക്കി കൊടുക്കണേ, ഞാൻ തന്നറിഞ്ഞിട്ട്. പിന്നെ സൂര്യൻ അംഗൻവാടി തന്നെ ചേർക്കണം. പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ആ ജനന സർട്ടിഫിക്കറ്റുള്ള പണി നോക്കി. ഇങ്ങനൊന്നും ആയാൽ ശരിയാവില്ല കേട്ടോ. ഇജൊന്ന് ഉസാറാവ്. എന്നാ ശരി, ഞാൻ പോണു. എന്റെ മോളാ ഇവിടെ കുട്ടിയെ പേര് ചേർക്കാൻ വേണ്ടിട്ടുള്ള അപേക്ഷയാണിത്. പേര് ചേർക്കാനല്ലേ? അതെ അതെ. ഇതിൽ അച്ഛൻ്റെ ഒപ്പില്ലല്ലോ. അച്ഛൻ ഒപ്പിടുന്നത് അറിയില്ലായിരുന്നു സാറേ. ഞാൻ ഇട്ടുതരാം. നിങ്ങളുടെ മോളല്ലേ ഇത്? അതെ അതെ, എന്റെ മോളെ. ഏത് കുട്ടിക്കപ്പ പേരിടണേ? അത് വെള്ള കുട്ടിക്കാ. അപ്പൊ അതുകൊണ്ടായിട്ട് നിങ്ങൾ ഒപ്പിട്ടാ പറ്റൂല. അപ്പൊ ഞാനുണ്ടാട്ടെ. അല്ല, അച്ഛൻ്റെ ഒപ്പ്. നിങ്ങൾ ഈ കുട്ടർ അച്ഛനല്ലേ? അതെ. നിങ്ങളുടെ കുട്ടർ അച്ഛനെവിടെ? അച്ഛനില്ല സാർ. അച്ഛനില്ല. മരിച്ചോ? അതല്ല, ഇവരിപ്പോ ഏതാണ്ട് ഡൈവേഴ്സിന്റെ ഞങ്ങളുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതെ സാർ. അതെ സാർ, ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതെ സാർ ഇതൊന്നും. അല്ല, അതല്ല പറഞ്ഞപ്പോ ഡിവോഴ്സിന് ആയിക്കോട്ടെ, നിങ്ങള് ഡിവോഴ്സ് ഇപ്പൊ അതെന്താണെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പൊ ഈ കുട്ടറെ പേരൊന്നും ഇതിൽ ചേർക്കാൻ വേണ്ടിട്ട് അയാളുടെ അടുത്ത് ഒരു ഒപ്പ് മേടിച്ചാൽ മതിയല്ലോ. അയാൾ ഇട്ട് തരില്ല സാർ. അതെന്താ? കൊച്ചിന് ഞങ്ങള് കുറെ പേരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാള് പറഞ്ഞ പേര് കൊച്ചിന് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരേ പിടിവാശിയാണ്. അപ്പൊ അതിടണോ? അതിനെന്താ ഇപ്പൊ? അതെന്റെ കുട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ല സാറേ. എന്താ കുട്ടികൾക്ക് ഇടാൻ പറ്റാത്ത പേരാ? അതൊരു വൃത്തിയിട്ട പേരാണ്. എന്ത് പേരത് വൃത്തിയായിട്ടത്? ജമന്തി. ജമന്തി എങ്ങനെ വൃത്തിയായിട്ട്? നല്ല പേരല്ലേ, നല്ല മണമുള്ള പേര്, പൂവിന്റെ പേരല്ലേ സാർ? വിഷയം അതല്ല സാർ. എന്റെ ഭർത്താവും ഭർത്താവിന്റെ പഴയ കാമുകിയും കൂടെ അവർക്ക് ഇടാവണ കുട്ടിക്കിടാൻ വെച്ചിരുന്ന പേരാണത്. ആ പേരിട്ട് എന്റെ കൊച്ചിനെ വിളിക്കണേ എനിക്ക് ഇഷ്ടമല്ല സാറേ. ഇപ്പം ഇവളുടെ കുട്ടിക്ക് പേരിടണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ ഭർത്താവും അവളും കൂടെ തീരുമാനിച്ചിട്ടേണ്ട പേരിലിടാം. അല്ലാതെ അവളുടെ കാമുകിയും അവനും കൂടെ ആലോചിച്ച പേര് ഞങ്ങളെ കൊച്ചിനെ എങ്ങനെ ഇട്ട് വിളിക്കും സാറേ? ഈ കാമുകിയുടെ പേരെന്താണ്? ദമയന്തി. ദമയന്തി. ദമയന്തിയും ജമന്തി ആനയാടും തമ്മിലുള്ള വ്യത്യാസല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം സാറേ? എന്നാലും അവര് തീരുമാനിച്ചു വെച്ച പേര് ഞങ്ങളെ കൊച്ചിന് ഇടണ്ട. അതെ, എനിക്കിപ്പോ ഈ വാശിന് പിന്നാലെ നടക്കാനൊന്നും നേരിലേക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ പറയണ കാര്യം എത്രയുള്ളൂ, ഈ കുട്ടിക്ക് പേരിടണ വെച്ചാൽ ആ കുട്ടിയുടെ മാതാപിതാക്കള് ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടണം. ആ ഒപ്പ് ഇപ്പൊ ഇതിലില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ അയാളെ കൊണ്ട് ഈ ഒപ്പിടിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ പറയണ പേരിൽ നിങ്ങൾ ഒപ്പിടുക. ഇത് ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പൊ ഇതിൽ നടക്കുള്ളൂ. അല്ലാണ്ട് പിന്നോട് ഇപ്പൊ ഇതൊന്നും ഈ കഥയൊന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒന്നും ഞാൻ ചോദിച്ചിട്ട് വരാം. സുമിത്രേ, എടി സുമിത്രേ, സുമിത്രേ, സുമിത്രയില്ലേ ഇവിടെ? നിന്റെ അടുത്ത് ഇവിടെ കാല് കുത്തലെന്ന് പറയില്ലടാ. എനിക്ക് തന്നോട് വർത്താനം പറയണ്ട, താൻ അവളെ വിളിക്കണോ? അവളെ വിളിക്കാൻ പറ്റില്ല. മതി, നീ അവളോട് സംസാരിച്ചേക്കെ. അത് താനാണ് തീരുമാനിക്കണം. എന്റെ മോളെ കാര്യം ഞാനാണ് തീരുമാനിക്കണം. എന്റെ മോളാണെങ്കിൽ ഇപ്പൊ എന്റെ ഭാര്യയാണ് അവള്. നിന്റെ ഭാര്യയൊക്കെ പണ്ട് അത് കഴിഞ്ഞ്. താൻ നിന്ന് വർത്താനം പറയാതെ അവളെ വിളിക്കണോ? വിളിക്കാൻ സൗകര്യടാ. സുമിത്ര, നീ ഇറങ്ങി വരണല്ലേ, ഞാൻ ഉള്ളിലോട്ട് കേറി നോക്കടാ. നീ എന്റെ കോളിനടിച്ചോടിക്കും ഞാൻ. താൻ ഒടിക്കും ഒരുപാട്. മതി, നീ അവളെ നീ ഉപദേശിച്ചതും താൻ ഒറ്റൊരുത്തനാണ് അവളെ വഷളാക്കണത്. നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കൊച്ചിന് പേരിടാൻ പഞ്ചായത്തിൽ പോയത്? എങ്ങനെയാ നിന്റെ കൊച്ചാവണത്? എടോ, താൻ എനിക്ക് കല്യാണം കഴിച്ചു തരുമ്പോ അവൾക്ക് കൊച്ചില്ലല്ലോ. അതുകൊണ്ട് നിനക്ക്
അവകാശം മുഴുവൻ നിനക്കോ? പിന്നെ അതായത് പള്ളിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ മോളുടെ അവകാശം ആർക്കാണ്? എന്റെ മോക്കുണ്ടടാ അവകാശം. എന്ത്? എന്റെ മോക്കുണ്ടടാ അവകാശം. എന്റെ മോക്കുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റക്ക് അവകാശപ്പെടണ്ട. എന്റെ ഇഷ്ടവും കൂടി നോക്കണില്ല. എന്റെ കൊച്ചിന് പേരിട്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം? എന്താ നീ തെങ്ങിന്റെ തടം കുഴിച്ചപ്പോ ഉണ്ടായതാണോ നിനക്ക് കൊച്ചി? പള്ളി വർത്താനം പറയപ്പെടാ. ഒന്ന് പോടോ, താൻ പോടോ. കൂടുതൽ കളിക്കരുത് കേട്ടാ. സുമിത്ര, ഞാൻ പറഞ്ഞ ജമന്തി എന്നുള്ള പേര് എന്റെ മോക്ക് ഇടണമെങ്കിൽ ഇട്ടാ മതി. വേറെ ഒരു പേരും നീ ഇടാൻ നിൽക്കണ്ട. പേരിട്ടില്ല. അത് നിങ്ങൾ വേറെ കെട്ടുമ്പോ അതിലുണ്ടാവണ കൊച്ചിന് ഇട്ടാ ആവശ്യമില്ലാത്ത നിന്റെ ജമന്തി എന്ത്? വീട്ടുകാരെന്ന് തോന്നിയ ദിവസം കാണിക്കരുത്. 1 മാസം എന്റെ കൊച്ചിന് പേരിടാൻ ഞാൻ തീരുമാനിച്ചു.